പറഞ്ഞ കണക്ക് വണ്ടി തിരിച്ചു പൊളിക്കോ, പഴയ വണ്ടിയും കൂടെ ആയുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൊച്ചണ്ണ, ഇന്ന് എന്താണ് നമ്മുടെ പരിപാടി? ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദിക്കാട്ടുകുളങ്ങര വരെ പോവാണ്. അപ്പൊ ആദിക്കാട്ടുകുളങ്ങര എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ മനസ്സിലായി കാണാൻ എന്തുമായിരിക്കും ആദിക്കാട്ടുകുളങ്ങര എന്നുള്ളത്. കാര്യം അവിടെ വണ്ടികളുടെ ഒക്കെ ഒരു ശ്മശാനം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാര്യം നമുക്ക് ഏത് തരം വണ്ടിയുടെ എന്ത് തരം സ്പെയർ ആണെങ്കിലും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഈ പഴയ വണ്ടികളുള്ള ആൾക്കാർക്കൊക്കെ പുതിയ സ്പെയർ ഒക്കെ കിട്ടാതെ വരുമ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ സെക്കൻഡ് സ്പെയർ എടുക്കുന്നത്. അമ്മാതിരി വണ്ടികളും അത്രത്തോളം ഏത് തരം വണ്ടിയാണെങ്കിലും ഏത് മോഡലിലുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് സ്പെയർ എന്ത് തരത്തിലാണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇന്ന് നമ്മൾ മാത്രമല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അപ്പം പോകുന്ന വഴി നമ്മൾ അയാളെ കൂടെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് കറക്റ്റ് ആണല്ലേ? തൊപ്പി വെച്ച് കഴിയുമ്പോൾ അറിയത്തില്ല. അണ്ണാ ഇന്ന് വ്ളോഗിനകത്തിലുണ്ട് കേട്ടോ. ഇവിടെ തൊട്ട് നമ്മുടെ ബൈക്കിന്റെ ഒക്കെ സ്പെയർ കിട്ടുന്ന ഒരു സ്ഥലം തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് കാറിന്റെയും അല്ലെ വലിയ വണ്ടിയുടെ സ്പെയർ കിട്ടുന്ന സ്ഥലമുണ്ട്, ബൈക്കിന്റെ ഒക്കെ സ്പെയർ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇവിടെ തൊട്ട് കുറെ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒത്തിരി സ്പോട്ട് ഉണ്ട്. ഇവിടെ വണ്ടിയുടെ ഒക്കെ ഏത് ഫൈബർ പാർട്ടായാലും എന്ത് പാർട്ടായാലും നമുക്ക് ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അത്യാവശ്യം വിലക്കുറവിലാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടം തൊട്ടാണ് നമ്മുടെ വണ്ടികളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം. നമുക്ക് പിന്നെ ഇതൊന്നും ഒന്നും ആയിട്ടില്ല. എന്നിട്ട് ചെല്ലുമ്പോ ഉണ്ടല്ലോ വണ്ടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഇത്രയും പൊളിക്കാനെ കൊണ്ടുള്ള വണ്ടി ഇതിന് മാത്രം വണ്ടി ഉണ്ടോ? ഇതങ്ങോട്ട് ചെല്ലുന്ന റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിലോട്ട് ഇങ്ങോട്ട് വന്നില്ല. നമ്മൾ കണ്ടിട്ടുള്ള മൊത്തം വെളിയിലല്ല. അല്ല, നമ്മളെ അത് ബൈക്കിന്റെ മാത്രമല്ല, ഇതങ്ങോട്ട് കാറിന്റെ. കാറ്, ലോറി, ടെമ്പോ, ഏതൊക്കെ സാധനം വേണം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട്. ഇവിടെ തൊട്ട് അങ്ങോട്ട് കിടക്കുക. കേട്ടോ, ഏത് മോഡൽ സാധനം വേണേലും നമുക്ക് ഇവിടെ കിട്ടും. നോക്കിയേ, ചില വണ്ടിയൊക്കെ ഉണ്ട് നമുക്ക് തോന്നുന്നു ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വണ്ടികളൊക്കെ ആണല്ലോ. ഈ റൈറ്റിലും ലെഫ്റ്റിലും എല്ലാം നമുക്ക് ഇതിന്റെ വണ്ടികൾ കിടക്കുക. അങ്ങനെ ഉണ്ടല്ലേ? അതാണ്. പക്ഷെ നമുക്ക് വണ്ടി എവിടെ ഒതുക്കുന്നത് കേട്ടിടല്ലേ? തിരിച്ചു വരുമ്പോ വണ്ടി പഴക്കം കൂടെ വണ്ടി ആയോണ്ടേ ഇഷ്ടം പോലെ വണ്ടിയുണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞ വണ്ടികളുടെ ഒരു ശ്മശാനം എന്നൊക്കെ പറയുന്നത് കറക്റ്റ് കാര്യം. തണലൊക്കെ ഉള്ളിടത്ത് വണ്ടി ഇടാൻ സ്ഥലം കിട്ടി. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന് ഒമിനിയും കൊണ്ട് വന്നിട്ട് റോഡിലൊക്കെ ആയിരുന്നു ഇട്ടത്. നാളെയൊക്കെ കിട്ടാനാണ് പാട്. അങ്ങോട്ടെല്ലാം ഉണ്ടോ? മേളിലെല്ലാം ഉണ്ടോ? ബാ, ശരി. പറഞ്ഞ കണക്കേ തിരിച്ചു വരുമ്പോ നമുക്ക് മെക്കാനിക്ക് ആരെങ്കിലും നോക്കിട്ട് വേണം അതിന്റെ സ്പെയർ നോക്കാനെ കൊണ്ട്. ഇവിടെ എല്ലാരും ബിസി ആയിരിക്കും, എല്ലാരും തിരക്ക് പിടിച്ച പരിപാടിയിലൊക്കെ ആയിരിക്കും. നമ്മള് അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം സ്പെയർ ഒക്കെ നോക്കാനെ കൊണ്ട്. ശരിയാ, പറഞ്ഞ കണക്ക് വണ്ടി തിരിച്ചു പൊളിക്കോ, പഴയ വണ്ടിയും കൂടെ ആയുണ്ട്. ഫ്രണ്ട് ബമ്പർ കാണത്തില്ല. ഞാൻ വിളിക്കാമേ. ഞാൻ ആദിക്കാട്ടുകുളങ്ങരയിൽ വിളിക്കാം. ഞാൻ വിളിക്കാം. അവിടെ ഇല്ലടാ, സാധനം ഇല്ലടാ. ഇത് ഗിയർ ബോക്സും കാര്യങ്ങളും എഞ്ചിൻ ഉൾപ്പെടെ വേണമായിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാനെ കൊണ്ട് പറ്റും. നമ്മുടെ സ്റ്റിയറിംഗ് കൂട്ടിയിട്ടേക്കുന്നുണ്ട്. ഇച്ചിരി ഹൈറ്റിൽ നിന്ന് കാണിച്ചാൽ ആ സൈഡിലെല്ലാം ഉണ്ട്. അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിന് കിട്ടും. ഇത്രയൊന്നും അല്ല, ആ മേളിലൊക്കെ ഉണ്ട്, നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ട്. ഇങ്ങോട്ട്
അവിടെ ഒരു കാറ് കിടപ്പുള്ളൂ അതില് ഒന്നും അഴിക്കൽ നിരോധിച്ചിട്ടുണ്ട്. ആ ഇത് ഈ വാഹനത്തേക്ക് ഒന്നും അഴിക്കരുത്. ഇത് കണ്ടോ, ഇതിന്റെ വണ്ടികളെല്ലാം അവിടെ കൂട്ടിയിട്ടേ നമുക്കെന്താ ഏത് സ്പെയർ വേണമെങ്കിൽ ഏത് മോഡലാണെങ്കിലും പുതിയ മോഡൽ വണ്ടികളും ഉണ്ട് കേട്ടോ. നമുക്ക് റിക്സിന്റെ സാധനം കിട്ടാനില്ല. അവിടെ എല്ലാം ഉണ്ട്. ഇത്രയും വണ്ടി എന്ന് പറയുന്നത്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സ്പെയർ നമ്മൾ ഇവിടുത്തെ മെക്കാനിക്കലൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അഴിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ വണ്ടിയുടെ കൂടുതലും വരുന്ന പറഞ്ഞാൽ വണ്ടിയുടെ ഒക്കെ ഡോറൊക്കെ ഉണ്ടല്ലോ, ചിലർക്ക് റീപ്ലേസ്മെന്റ് വന്നു കഴിയുമ്പോൾ ഈ ഡോറൊക്കെ 2.5 വോൾട്ടാ കിടക്കുന്നത്. ഇതിന്റെയൊക്കെ ഡോറ് കാര്യങ്ങളൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് അഴിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് റിക്സ് ആയിരിക്കും. ഇറങ്ങാം. അല്ലല്ല, അവിടെ മെക്കാനിക് ഒക്കെ ഉണ്ട്. അവരെ വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ചിട്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴേ ഇവിടെ സ്കോഡയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നേ. അത് കോളിസ് അതുകൊണ്ട് അവിടെ 2 കോളിസ് കിടക്കുന്നുണ്ട്. ബാധൂർ നമുക്ക് അടുത്ത് തരാം. എന്തോ മേടിക്കുന്നേ, മേടിച്ചോ. ആ മേടിച്ചോ. അടി കോളിസിന്റെയൊക്കെ 2 കോളിസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പുറത്തത് കോളിസാണോ, അത് കോളിസ്. ആ എന്താ സ്കോഡാ കിടക്കുന്നുണ്ടോ. ഇതിന് അത്യാവശ്യം ഡോറും കാര്യങ്ങളൊക്കെ എന്താ കുഴപ്പമില്ലാത്ത സാധനമാണ്. ഒത്തിരി വണ്ടി ഇവിടെ അല്ലാതെ വെളിയിൽ നിന്ന് താഴെ കിടക്കുന്നു കുറെ വണ്ടി. നമുക്ക് റിറ്റ്സിന്റെ ഫ്രണ്ട് ബമ്പർ ഇപ്പൊ ഇവിടെ നിന്നും കിട്ടുന്നില്ല. പോയ സാധനം നമുക്ക് കിട്ടിയില്ല. ആർക്കെങ്കിലും സ്പെയർ ഒക്കെ ആവശ്യമായിട്ടുള്ളവരൊക്കെ ഈ ആദ്യമായിട്ട് ഉള്ളവരെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കണം. നമ്മുടെ റിറ്റ്സ് അങ്ങനത്തെ വണ്ടിയുടെ ഒന്നും ചിലതിന്റെ ഉണ്ട് സ്പെയർ ഇല്ലാത്തത്. പക്ഷേ ബാക്കി എല്ലാ വണ്ടിയുടെ ഓൾട്ടോയും കോളീസും എല്ലാത്തിന്റെയും ജീപ്പിന്റെ എല്ലാത്തിന്റെയും സ്പെയർ ഉണ്ട്. ഒരു ഡിസ്ക് ഒക്കെ ആണെങ്കിലും നമുക്ക് വീലിന്റെ ഡിസ്ക് ഒക്കെ ആണെങ്കിലും നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്പറില്ല, ഡയറക്റ്റ് അങ്ങ് ചെന്നാൽ മതി. നമ്മുടെ അടൂരിന്ന് അടുത്താണ് ആദ്യകാട്ടുകുളങ്ങര. എത്ര കിലോമീറ്റർ കാണും ഏകദേശം? അതിപ്പോ നമ്മള് ഗൂഗിളിൽ നോക്കിട്ട് പറയാം. ആ നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മതി. ഗൂഗിൾ നോക്കിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും.